പല തരത്തിലും ഏറി കയറുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? പക്ഷെ ഫുഡ് കഴിച്ചിട്ട് ഏറി കയറി ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒരാള് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം കല്യാണി ചേച്ചി. മൈ വൈ ബൈ കല്യാണിയിലെ കല്യാണി ഇല്ലേ, അവരെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആളീ അടുത്ത് കയറുന്ന ഇറങ്ങിയിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? അതിന്റെ അടുക്ക് പിന്നെയും കയറി. എന്തായാലും ബ്യൂട്ടി ക്രീമും മേക്കപ്പ് പരിപാടിയും ഒക്കെ വിട്ട് ആളിപ്പോ ഫുഡ് അടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഗുഡ് ഐഡിയ. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്, പക്ഷേ കുറച്ച് ചീപ്പാണ്. കല്യാണി ചേച്ചി ഫുഡ് കഴിക്കുന്ന നിങ്ങൾ കാണണം മക്കളെ. പട്ടി പോലും വെള്ളം കുടിക്കൂല, അമ്മാതിരി തീറ്റയാണ്. ഓവർ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ആകെ ചളമാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യും. അടുക്കള പ്ലേറ്റ് എടുത്തോണ്ട് കേറി കേട്ടോ, വല്ലതും തിന്നാനുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. പലതും കിട്ടുമോ നോക്കാം. വെറുതെ കളയണ്ടെന്ന് വെച്ച് തിന്നെയാണ്, എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഒന്ന് മതിയാക്കണം, കുറെ നേരം വലിരുന്ന് വെട്ടി വീഴുന്നു. ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തൊരു സ്വാദ്! അതിന്റെ മണം മതി ചോറിന്. കർത്താവേ, എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. കഴിച്ച് മക്കം കഴിക്കാം. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പച്ച പാരയായിരുന്നു കേട്ടോ, ചൂണ്ടയിട്ട് പിടിച്ചത്. അസലും മീൻകറി വായിന്ന് വെള്ളം വരുന്നു. അങ്ങനെ ഞാൻ അതും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ കാന്റീനിലെ ആഹാരം സ്ഥിരമായി കഴിച്ച് കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം അങ്ങ് പോയി. എമ്മയായിരുന്നു കേട്ടോ, ഇരുന്ന് ഇങ്ങനെ മൃഷ്ടാനം ഞാൻ കഴിച്ചു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലെ തിന്നു മകളെ. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല, ഒന്ന് പതുക്കെ തിന്നെ. എന്തായാലും ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ചോറും കറിയൊക്കെ കാണുന്നത് തോന്നുന്നു. അമ്മാതിരി കാട്ടിക്കൂട്ടലല്ലേ. തീറ്റ കണ്ടാ തോന്നുന്നു റോമി പട്ടിണി ഇങ്ങനെ ഓവറാക്കാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ കാണുമ്പോ അറപ്പാണ് തോന്നുന്നത്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ?